Hey guys, welcome back to Travel Book. അപ്പോൾ പുതിയ വീഡിയോ ആണ്. ട്രാവൽ ബുക്കിന്റെ കാലിമലയിലോട്ട് വന്നതാണ്. നമ്മൾ വന്ന ഒരിക്കലും കുറച്ച് വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രണ്ടാമത്തെ സ്പേസിലോട്ട് വന്നതാണ്. കാലിമല എന്ന് പറഞ്ഞിട്ട് മുന്നേയും വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ വന്നപ്പോൾ ലാസ്റ്റ് കൊറോണ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടതായിട്ടുള്ളൊരു സ്ഥലമാണ്. അടിപൊളി ഒരു സ്ഥലമാണ്. മുകളിൽ ഒരു ഹൈ റേഞ്ച് പോലെ മിസ്റ്റും ചുറ്റും കാണാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു വലിയ പാറയുടെ മുകളിലാണ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ് കാലിമല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് വീഡിയോ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. മലയുടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് കാലിമലയിലോട്ട് പോകുന്ന വഴിക്കാണ്. മാമന് 2-3 മല പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ പോകാനാണ് മാം മുന്നിൽ പോകുന്നുണ്ട്. ആണ് ചെയ്തത്. നമുക്ക് മുന്നോട്ട് പോയിട്ട് കാലിമല തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും കാലിമല തന്നെ പോവാം എന്നാണ് ഒരു വിശ്വാസം. നേരം കൂടി കാലിമലയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സാണ്. ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്തോട്ടാണ് നമുക്ക് പോകാം. അവിടെയാണ് കാളിമല. അതിന് കുറച്ച് മുകളിലായിട്ട് കുരിശുമല, പിന്നെ അങ്ങനെ 2-3 മലകളുണ്ട്. ഇതൊക്കെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് നേരെ കാളിമല എൻട്രൻസിൽ അവിടെ അങ്ങോട്ട് പോവാം. മരത്തിന് കുരങ്ങന്മാര് പാറയുടെ മുകളിലോട്ട് കയറി പോകുന്നതാണ്. പാട്ട് പോലെ ഈസി ആയിട്ട് നടന്നു പോവാണ്. അപ്പോൾ ഞങ്ങള് വഴി ഒന്ന് ഡീവേറ്റ് ചെയ്തിട്ട് കാളിമല പോകുന്ന വഴിക്കോട്ട് കയറിയിട്ടുണ്ട്. ചരിത്രം ഇച്ചിരി തുടങ്ങിയിട്ടുണ്ട്. ഈ വഴിയാണ്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഒരു 1 കിലോമീറ്ററിനടുത്ത് കുറച്ചുകൂടെ പോകാറുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ബാക്കി കാണാം. കാളിമല എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറേ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഹൈക്ക് ചെയ്യാനുണ്ട്. ഹൈക്ക് ചെയ്ത് കയറുമ്പോൾ കാളിമല എത്തും. കാളിമല, കുരിശുമല എന്നൊക്കെ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗങ്ങളിലോട്ട് നമുക്ക് നടന്നെത്താൻ പറ്റും. ഇതെൻ്റെ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാളിമല വരുന്നത്. ഇതിനു മുന്നേ 2 പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞിട്ട് വന്ന സമയത്ത്
ഇവിടെ എന്തോ കേസൊക്കെ ആയിട്ട് കയറ്റി വിട്ടില്ല. നമ്മളിവിടെ താഴെ കയറി വരുന്ന ഭാഗത്തുനിന്ന് തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ടോട്ടൽ നമുക്ക് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററാണ് ഹൈക്കാനുള്ളത്. പക്ഷേ നമുക്ക് കയറ്റമായതുകൊണ്ട് തന്നെ ഒരു 2-2.5 മണിക്കൂറോട് പിടിക്കും റെസ്റ്റൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക്. ഒറ്റ സ്ട്രെച്ചിൽ കയറുവാണെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് എത്തും. ഇവിടെ എന്തോ കൃഷിയൊക്കെ, കുരുമുളക്, ഗ്രാമ്പൂ, ഈ മലയോര ഗ്രാമങ്ങളിൽ കൃഷി എന്ന കണക്ക് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ജാതിക്ക ഉണ്ട് പുറകില്, ഗ്രാമ്പൂക ഇവിടെ നിൽപ്പുണ്ട്, കുരുമുളകുണ്ട്, കമുകുണ്ട്. അതിനും റഷൊന്നുമില്ല. ഒരു 4-5 തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ താഴോട്ട് പോയി. നല്ലതാണ്. ഈ മഴ മൂടി കിടക്കുന്നതുകൊണ്ട് ചുറ്റുമുള്ള മലകളൊന്നും കയറില്ല എന്നാ പറഞ്ഞ്. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് നോക്കാം. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറയൊക്കെ ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ലേറ്റായി കഴിഞ്ഞാൽ ഇരുട്ടിപ്പോവും, നമുക്ക് വീഡിയോ കിട്ടത്തില്ല. ഒരു മഴക്കോളൊക്കെ വരുന്നുണ്ട് ഇതേ മുകളിലായിട്ട്. എന്തായാലും മുകളിലോട്ട് കയറാം. കുറച്ചായിട്ടുള്ളൂ. ഒരു 250 മീറ്ററൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ വെള്ളച്ചാട്ടമോ അങ്ങനെ എന്തോ ഉണ്ട്. ചെറിയ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്കപ്പോൾ മുകളിലോട്ട് പോകാം. ഈ പോകുന്ന വഴി കൂടെയൊക്കെ ഒരു കുഞ്ഞ് സ്ട്രീം പോലെയൊക്കെ വെള്ളം ഒഴി വരുന്നുണ്ട്. ഈ ഒരു കുളം പോലത്തെ ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത്. കയറിപ്പോകുന്ന ഭാഗത്തൊക്കെ കല്ലൊക്കെ വിരിച്ച് നല്ല അത്യാവശ്യം കയറിപ്പോകാൻ ഈസിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്ഷീണിച്ചിട്ട് ശ്വാസം ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അപ്പോൾ കുറച്ച് ഒരു 25% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 75% കൂടെ ഉള്ളൂ. ഇപ്പോൾ ടൈം വന്നിട്ട് 4:15. അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കെങ്കിലും ടോപ്പ് ഭാഗത്തോട്ട് എത്തിയാലേ വ്യൂ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. കയറ്റം ഇച്ചിരി നല്ല ടാസ്ക്കാണ്, ബുദ്ധിമുട്ടാണ് കയറാൻ. പക്ഷെ സമയമെടുത്ത് കയറുമ്പോഴത്തേക്ക് ആ ഒരു കുഴപ്പമില്ല. ഈ കുറേ നാളിന് ശേഷം കയറുന്നതുകൊണ്ട് ഒരു അണപ്പ് വരുന്നുണ്ട് സംഭവം. സൗണ്ടിനൊക്കെ ശ്വാസം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട്. ഭംഗി കാണാനൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്കൊരു 50% കൂടെ കയറാനുണ്ട് മുകളിലോട്ട്. ആസ് യൂഷ്വൽ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോലെ തന്നെ ഇവിടെയും ആവശ്യത്തിലധികം പ്ലാസ്റ്റിക് ഉണ്ട്. കയറുന്നതായിരിക്കും. ഫുഡ് കഴിച്ചതിൻ്റെ പ്ലേറ്റ് ഉൾപ്പെടെ, കറി വാങ്ങിച്ചുകൊണ്ടിരുന്ന കവർ ഉൾപ്പെടെ ആവശ്യത്തിലധികം പ്ലാസ്റ്റിക്കുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇനി വരുമ്പോഴോറും ഇത് കൂടി പോയിക്കൊണ്ടിരിക്കും. ഇന്ന് 5 പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇനി വരുമ്പോൾ 50 പ്ലാസ്റ്റിക് ആയിരിക്കും. ഓ മൈ ഗാഡ്, അനോക്കൊണ്ടാട്ടാ. ഇവിടെ ഒരു കുഞ്ഞു കുളം പോലെ സംഭവമുണ്ട്. ക്ലീൻ വാട്ടറാണ്. വെള്ളം എടുക്കാനൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യും, നിൽക്കും, പെയ്യും അവസ്ഥയിലാണ്. നമുക്കിനി കുറച്ചുകൂടെ നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ
കാളിമല അമ്പലത്തിൻ്റെ അടുത്തെത്തും. മഴ കാറായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഇരുൾച്ചയാണ്. നമ്മുടെ കൊടും കാടിനകത്തൂടെയാണ് ഇപ്പോൾ ഹൈക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഡാമുകളൊക്കെ കാണുന്നുണ്ട്. ഈ മഴ മൂടി കിടക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, പക്ഷെ നമുക്ക് ഇച്ചിരി ആയിട്ട് ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അവിടെ ഡാമാണ്, കാച്ച്മെൻ്റ് ഏരിയ. ലാസ്റ്റ് വന്നതിൽ നിന്നും അപേക്ഷിച്ച് ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ഈ മരങ്ങളായിട്ട് കവർ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് വ്യൂ ഒക്കെ കുറവായിരുന്നു. ഇപ്പോൾ മരങ്ങൾ കുറവായപ്പോൾ വ്യൂ കിട്ടുന്നുണ്ട്. പൊന്മുടിയൊക്കെ പോലെ തന്നെ അത്യാവശ്യം മിസ്റ്റൊക്കെ വരുന്ന ഒരു ഹിൽ ടോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ എനിക്കിതുവരെ മിസ്റ്റ് കിട്ടിയിട്ടില്ല. 2 പ്രാവശ്യം വന്നപ്പോഴും നല്ല സൂപ്പർ വെയിലായിരുന്നു. പക്ഷെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും നെറ്റ് നോക്കുമ്പോഴത്തേക്കൊക്കെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ട്, മിസ്റ്റ് പോലെയൊക്കെ. ചിലപ്പോൾ ടോപ്പിലോട്ട് എത്തുമ്പോൾ മിസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയ്യ, നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ട്. വേർത്തു ഒരു പരുവമായി. കുറച്ചുകൂടെ ഉള്ളൂ പോകാനായിട്ട്. മുഖമൊക്കെ ചുവന്ന് തുടങ്ങി. കുറച്ചുകൂടെ ഉള്ളൂ നമുക്ക് എത്താനായിട്ട്. ഒരു 100+ മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അമ്പലത്തിൻ്റെ അവിടെ എത്തും. അവിടെ നിന്ന് കുറച്ചുകൂടെ നമുക്ക് കേൾക്കുമ്പോൾ കുരിശുമലയുടെ ഭാഗങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. നമ്മൾ ഓൾമോസ്റ്റ് കാലിമല എത്താറായിട്ടുണ്ട്. നല്ല കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മിസ്റ്റ് കാണാനുണ്ട്. ഇവിടെയൊക്കെ ചെറിയ രീതിക്ക് മിസ്റ്റൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മുകളിലോട്ട് പോവാം. പീസൊക്കെ ചുമന്ന് റെഡായിട്ടുണ്ട്. നടന്ന് വയ്യാണ്ടായി. ഇത് അവിടെ ഒരു വട്ടി നിൽപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വട്ടി. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. ആ കാടിരിക്കുന്നതിൻ്റെ ഭാഗത്തുനിന്ന് ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം വരുന്നത്. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായപ്പോൾ തന്നെ നല്ല കാറ്റ് വീശുന്ന സൗണ്ട് നമുക്കിവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ടോപ്പിൽ. നമ്മൾ ഈ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഓൾമോസ്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്ക് മാറും. നല്ല കാറ്റൊക്കെ അടിച്ച് തണുത്തൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലോട്ട് കാളിമല വരും. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് മുകളിലോട്ട് പോവാം. അതിനെന്ത് കൊടുത്തു ചേച്ചി? ഞാൻ കൊടുക്കണോ? ഇല്ല കേട്ടോ. മാമൻ്റെ പേര് എൻ്റെ പേരാണ്. പാർലേജിയല്ലേ എൻ്റെ പേരാണ്. ഞാൻ അവിടെ കണ്ടത്. കാറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിക്ക് കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിലെ അമ്പലത്തിലോട്ടൊക്കെ പോകാനുള്ള വഴി അതിലെയാണ്. നമുക്ക് സൗണ്ട്
കാളിമലയിലെ ഭംഗികളും മാജിക്കൊക്കെ നമ്മൾ കാണാൻ പോവാണ്. ആ സൗണ്ട് ദേ അവിടെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു അമ്പലമാണ്. അവിടെയൊക്കെ അമ്പലങ്ങളുണ്ട്. നമുക്ക് ആ വഴി കുറച്ചുകൂടെ ഉള്ളിലോട്ട് നടന്നു പോകാനുണ്ട്. അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കാറ്റിൻ്റെ ഇച്ചിരി വൈൽഡായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ മലയുടെ ടോപ്പ് ഭാഗത്തൂടെ ഈ കാറ്റാടി മരങ്ങളിലൂടെയൊക്കെ സൗണ്ട് ഉണ്ടാക്കി പോകുന്നുണ്ട്. ഒരു ചെറിയ തണുപ്പും മിസ്റ്റും മഴയൊക്കെ ആയിട്ട് ഇവിടെയും പ്ലാസ്റ്റിക്കൊക്കെ, അമ്പലത്തിൻ്റെ ചുറ്റും പ്ലാസ്റ്റിക്കൊക്കെ കിടപ്പുണ്ട്. ഇത് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുക. നമ്മൾ ദൂരേന്ന് കണ്ട മലകളുടെ ദൂരേന്ന് കണ്ടപ്പോൾ മലയുടെ ആ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ നമുക്ക് കണ്ട പനി, ദിസ് ഈസ് പനി, കാണാൻ പറ്റാത്ത പനി. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് തമിഴ്നാട്ടിലുള്ള 2-3 ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് പനിയാണെന്നത്. ഇവിടെ ഒരു ഉറുമ്പിൻ്റെ വീട് കാണാൻ പറ്റുന്നുണ്ട്. ഉറുമ്പിൻ്റെ ആണ്. ഇച്ചിരി നല്ലൊരു മരത്തിൻ്റെ പൊത്തിലൂടെ ഉറുമ്പിൻ്റെ വീട്. ടോപ്പ് ഭാഗത്തിലോട്ട് എത്തിയപ്പോൾ തന്നെ ഒരു തണുത്ത ക്ലൈമറ്റൊക്കെയാണ്. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്, കാറ്റിൻ്റെതായ സൗണ്ടും ഉണ്ട്. ഒരു തണുത്ത ക്ലൈമറ്റൊക്കെയാണ്. നമുക്കിനി കുറച്ച് ഭാഗം കൂടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ചെക്കൻ നമുക്ക് വഴി കാണിക്കാനായിട്ട് ആ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. ഒരു 4 ബിസ്ക്കറ്റ് കൊടുത്ത എൻ്റെ സ്നേഹമാണ് ഭാവത്തിന്. കൂടെ വരുന്ന ലാൻഡൊക്കെ മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. കാളിമല വീഡിയോ കണ്ടവർക്കും വന്നിട്ടുള്ളവർക്കും ഒക്കെ നല്ലൊരു പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. 2 സൈഡിലും മലയുടെ ടോപ്പ് ഭാഗമാണ്. 2 സൈഡിലും ഇങ്ങനെ കാറ്റാടി മരങ്ങൾ നിൽപ്പുണ്ട്. ഒരു വഴി ഇങ്ങനെ പാത്തായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അടിപൊളിയാണ്. ഇവിടെ മിസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഹെവൻലി ഫീൽ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇവിടെ. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഏതാണ്ട് ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു മൂടലുണ്ട്, പക്ഷെ ഓക്കെയാണ്. മൂടലുണ്ടോ തന്നെ തണുപ്പും സുഖമൊക്കെ ഉണ്ട്. കമോൺ ബഡി, ഹലോ, വാ, കം അറിയില്ല, വാ. ഇത് കാളിമലാണോ? അത് കുരിശുമല. വലിയൊരു കാളിമല അമ്പലങ്ങളുടെ ഭാഗമാണിതും. കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ പാത്തുണ്ട്, പാത്തുണ്ട്. അതുവഴി നമ്മൾ നടന്ന് പോയാൽ മതി. പക്ഷേ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. മലയുടെ ടോപ്പ് ഭാഗം സൺ ചെറുതായിട്ട് അവിടെ സെറ്റാകുന്നുണ്ട്. ഇച്ചിരി കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി മലയുടേതായിട്ടുള്ളൊരു മൂടലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു സൺസെറ്റും സൺറൈസും കാണാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് ഈ നമ്മുടെ കാളിമല എന്ന് പറയുന്നത്. കാളിമല വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ തമിഴ്നാടിലും ഭാഗത്തും വരുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ ഭാഗം തമിഴ്നാടും ഏതൊക്കെ ഭാഗം കേരളത്തിൻ്റെ ലാൻഡ് കൂടെയാണ്. നെട്ട, കാളിമല, കുഞ്ചിമല എന്നൊക്കെ പറഞ്ഞിട്ട്
ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഞാൻ മുന്നേ വന്നൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച്, ഞാൻ മുന്നേ വരുമ്പോൾ നോർമലി നമ്മൾ ഇത് വരുന്ന പോലെ ചുറ്റും മരങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വികസനത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ടൂറിസ്റ്റുകൾക്കൊക്കെ അത്യാവശ്യം വരാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. കാറ്റുണ്ട്, നല്ല എണ്ണ കാറ്റുണ്ട്, അടിപൊളി കാറ്റ്. സീസൺ ടൈമിലായിരിക്കും നല്ലൊരു വ്യൂ, സൺസെറ്റ്. നമ്മുടെ ചെക്കൻ നെട്ടയാണോ നേടാമോ അറിഞ്ഞിടോ? നെട്ടയോ നേടാമോ ആണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ സൺ ഗെറ്റിംഗ് റെഡി ടു സെറ്റ്. കൂടുതൽ സൈഡിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും എനിക്ക് നല്ലത്. ഒന്നാമത് റെസ്റ്റ് കഴിഞ്ഞിട്ട് 7 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്നുകൂടെ വിടാനുള്ള ത്രാണി എൻ്റെ ഹെൽത്തിന് ഇല്ലാത്തത് കൊണ്ട് മര്യാദയ്ക്കുള്ള വഴിയെ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇത് കുരിശുമലയുടെ ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാനും കടകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സീസൺ ടൈമിൽ കടകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുരിശുമലയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന കയറ്റം കൂടെ കയറുമ്പോഴത്തേക്ക് നമ്മൾ കുരിശുമല കാളിമല ട്രെക്കിങ്ങിൻ്റെ എൻഡിലോട്ടെത്തും. ഇച്ചിരി ഹൈക്ക് ചെയ്ത് നല്ലതായിട്ട് കയറി പോകേണ്ട സ്ഥലമാണ്. സ്ലിപ്പറിയാണ്. ഷൂസിന് ഗ്രിപ്പ് റണ്ണിങ് ഷൂസ് ആയതുകൊണ്ട് തന്നെ റണ്ണിങ് ഷൂസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പുമാണ്. ഫൈനലി നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്തുനിന്ന് അത്യാവശ്യം കുറച്ച് ഹിൽ ടോപ്പുകളൊക്കെ കാണാൻ പറ്റും. കുരിശുമല, നമ്മളിപ്പോൾ നിൽക്കുന്ന കുരിശുമലയുടെ ഭാഗത്തോട്ടാണ്. നന്നായിട്ട് കാണുന്നിട്ടുണ്ട്, വയ്യാണ്ടായി. ഇങ്ങനത്തെ പാറകൾ മണ്ണുമൊക്കെ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു സ്ലിപ്പറിയാണ്. എൻ്റെ ഷൂസ് റണ്ണിങ് ഷൂസ് ആയതുകൊണ്ട് ഷൂസ് നന്നായിട്ട് ചേർക്കുന്നുണ്ട്. ശ്വാസമൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതും ഒരു വഴിയാണ്, സൂക്ഷിക്കണം. കൂനിച്ചുമലയുടെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. അവിടെ ട്രക്ക് ചെയ്തൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഏവനാണ് നമ്മ പറഞ്ഞ നടൻ, ഏവനാണ് നടൻ. ഫോട്ടോ എടുക്കാനൊക്കെ അറിയാവുന്ന പൂഴി വന്നുകൊണ്ട് നല്ല ഫ്രെയിമിൽ വന്നിരിപ്പുണ്ട്.
ട്രക്ക് ചെയ്ത് ഈ മലയുടെ മുകളിൽ വരുന്നത്. അവിടെ ബാക്കി ആൾക്കാരൊക്കെ വരുന്നത് ഭക്തിയുടെ ഭാഗങ്ങളാണ്. അത് ഞങ്ങളിപ്പോൾ ഭംഗി, പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കുരിശുകളിൽ ഏറ്റവും വലിയ കുരിശ്. ഇതാ ഇവിടെ പാറയുടെ തുമ്പിലായിരിക്കട്ടെ. അപ്പോൾ ബാക്കിലോട്ട് പോവാം. ഒരു വീട്ടൊക്കെ വന്നു തുടങ്ങി. നമുക്ക് നടക്കാനും പോവാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അവിടെ കുറേ ചെക്കന്മാരൊക്കെ കൂനിച്ചുമല വന്ന് കാണാൻ വന്നിട്ട് അവിടെ ടോപ്പിലൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനി കുറച്ചുകൂടെ മുകളിലോട്ടുള്ള വ്യൂ പോയിന്റിലോട്ട് പോവാം. ഈ 2 പാറയ്ക്കുള്ളിലൂടെയുള്ള ഹെവൻ പോലത്തെ സ്ഥലമാണ്. നമ്മളിങ്ങനെ ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ താഴെ അടിപൊളി വ്യൂ ആണ്. അവിടെ ഇത് കുരിശുമലയുടെ കുരിശ്, വലിയ കുരിശ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ആ സൈഡിൻ്റെ അത്ര ഒരു വ്യൂ ഇല്ല. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെയാണ്. ഡേഞ്ചറാണ് ഇവിടെയൊക്കെ. ചെറിയ ചെറിയ ഓരോ പാറപ്പുറത്തൊക്കെ കയറി നടക്കാം. നല്ലൊരു ക്ലൈമറ്റാണ്. ഡേഞ്ചറിലോട്ട് പോകാതെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇനി നമുക്ക് ആ കൂനിച്ചുമലയൊക്കെ പോകണം. അത് വേറൊരു ദിവസം പോവാം. ഇന്നിപ്പോൾ ഇരുട്ടാറായിട്ടുണ്ട്, ഫോണിലെ ചാർജും തീരാറായിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ താഴോട്ട് പോകാനുള്ള വഴി നോക്കാം. 5:30 ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലും ലേറ്റാവും. അപ്പോൾ കാളിമലയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തൊക്കെ പോയിട്ട് കാളിമലയിൽ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ കയറി കുരിശുമലയിലെ ഏറ്റവും വലിയ കുരിശിൻ്റെ അവിടെ വന്നിട്ട് കൂനിച്ചിപ്പാറ വ്യൂ പോയിന്റിൽ പോയി. ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു വ്യൂ ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.